അടൂർ പ്രകാശ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അത് ഒരു അഡ്വാൻസ് ജാമ്യമെടുപ്പാണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത പുതിയ വോട്ടർമാരെ സംബന്ധിച്ച പൂർണ്ണ വിവരം നമുക്ക് സൈറ്റിൽ ലഭ്യമാണ്. പിന്നെ എവിടെയാണ് ഈ കള്ളവോട്ടെന്നതിനെ സംബന്ധിച്ച് അറിയാൻ നിവൃത്തിയില്ല. അങ്ങനെ കള്ളവോട്ടുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കട്ടെ. ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ആദ്യം ഒരു പരാതി കൊടുത്തതാണല്ലോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചിട്ടാണല്ലോ 320 വോട്ടുകൾ അതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്തത്. ഇനി അവർക്കുണ്ടെങ്കിൽ കൊടുക്കട്ടെ. ആരും അതിനകത്ത് കള്ളവോട്ട് ചേർക്കാനൊന്നും ആരും പോകുന്നില്ല. ഇതെല്ലാം ഒരു പുകമറ സൃഷ്ടിക്കുക, ആളുകളുടെ ഇടയിൽ ഒരു പുകമറ സൃഷ്ടിച്ച് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിനകത്ത് ഒരു അടിസ്ഥാനപരമായ ഒരു കാരണവും അതിനകത്തില്ല. BJPയുമായിട്ട് ഇവർക്ക് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും BJPയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ജയിക്കുന്നത് തന്നെ BJPയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ജയിക്കുന്നത്. അത് കഴിഞ്ഞ തവണ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ വോട്ട് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേസമയം അടൂർ പ്രകാശ് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഇന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആളുടെ ഏറ്റവും വിശ്വസ്തനാണ്. ആ ശബ്ദരേഖയിലൂടെ നമുക്ക് ആളാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ശ്രമങ്ങൾ കഴിഞ്ഞോണം നടത്തിയിട്ടുണ്ട്, വോട്ട് കുറച്ചിട്ടുണ്ട്. വിജയത്തിന്റെ പിന്നിൽ ഞാനാണെന്ന് BJPയുടെ ഓഫീസ് സെക്രട്ടറി തന്നെ പറയുന്ന ശബ്ദരേഖയാണ് നാം കേട്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ കാലത്തും ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അത് ജനം തിരിച്ചറിയും. ഇപ്പോൾ അത് കുറച്ചുകൂടി വിസിബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് ശരിയാണ്. ഇവർ തമ്മിലുള്ള ബാന്ധവം കൂടിക്കൂടി വരികയാണ് എന്നുള്ളത് മനസ്സിലാവും. ഇതെല്ലാം വേറെ ചിലത്തിന്റെ ഭാഗമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചാൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ആളുകളെ അവർ നോക്കി നേരത്തെ റിസർവ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നാം കാണണം. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും സമ്മതിക്കുമോ? ഇത് ഈ പുറത്തു വരില്ല എന്നാണല്ലോ ധരിച്ചു വെച്ചിരുന്നത്. പുറത്തു വന്നപ്പോൾ പിന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ആരായിരുന്നാലും അത് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരാളിനെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊരു ബന്ധവുമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ശ്രീ അടൂർ പ്രകാശും പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇടതുമുന്നണി അങ്ങനെ മുൻകൈ എടുത്ത് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുമെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിയമപരമായ നടപടി സ്വീകരിക്കുക. നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം, കൃത്യമായിട്ടുള്ള മാർഗങ്ങൾ ആലോചിക്കാം. അതെല്ലാം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു വേഗമായി ഒരു ആക്ഷേപം ഉന്നയിക്കലാണോ സാധാരണ നിലയിൽ ചെയ്യേണ്ടത്? അത് ഒരു പരാജയ ഭീതിയുടെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു തന്ത്രമാണത്. അതിനകത്ത് മറ്റൊരു കാര്യവും അതിനകത്ത് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം.